പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ പാർട്ടി മടിക്കില്ലെന്ന് ഡി.സി.സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമെന്നും നടപടിയെടുക്കാൻ പാർട്ടി ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും മടിക്കില്ലെന്നും ഡി.സി.സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. യുവനടി പേര് പറയാത്ത സാഹചര്യത്തിൽ ആരോപണം കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല എന്നും ആരോപണം ആസൂത്രിത നീക്കമാണെന്നുമുള്ള സംശയമുണ്ടെന്ന് സത്യൻ പെരുമ്പറക്കോട് വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവനടി ഉന്നയിച്ച ആരോപണം ഇപ്പോൾ വലിയ വിവാദമായി. പക്ഷെ ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-നെ തകർക്കാൻ അന്ന് BJP-യും CPM-ഉം ആസൂത്രിതമായി നടത്തിയ വലിയ നീക്കം, ആ നീലപ്പെട്ടി വിവാദവും അതിൽ പണം കടത്തി എന്നുള്ള ആരോപണവും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ താമസിക്കുന്ന ലോഡ്ജുകളിലൊക്കെ പാതിരാത്രി റെയ്ഡ് നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ UDF-നെ പരാജയപ്പെടുത്താൻ, രാഹുലിനെയും UDF-നെയും ഒക്കെ അപകീർത്തിപ്പെടുത്താൻ വലിയ ശ്രമം നേരത്തെ നടന്നതാണ്. അത്രയും വലിയ അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ BJP-യും CPM-ഉം സംയുക്തമായി നടത്തിയ ഒരു സ്ഥലമാണ് പാലക്കാട്. വലിയ വിജയം നേടിയതുവഴി അത്തരം ആരോപണങ്ങളൊക്കെ തകർക്കാൻ UDF-ന് സാധിച്ചു. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന യുവനടിയുടെ ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണം, അതിനെക്കുറിച്ച് വസ്തുതാപരമായി കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാവാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. ഒന്നാമത്, ആരോപണം ഉന്നയിച്ച ആൾ ഇതുവരെ ആരോപണ വിധേയനായ ആളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണം പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ വസ്തുതാപരമായി പഠിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനുമുള്ള എല്ലാ പ്രാപ്തിയും കഴിവും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് സമയബന്ധിതമായി നൽകാൻ പാർട്ടിക്ക് ശക്തമായ ഹൈക്കമാൻഡുണ്ട്. അവരൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയും അത് വിലയിരുത്തുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള യുക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി എടുക്കുന്ന തീരുമാനം അത് പരാതിക്കായിരിക്കും. അതിലൂടെ ആ പരാതിയെക്കുറിച്ചൊക്കെ തന്നെ വസ്തുതാപരമായ അന്വേഷണം നടത്തി അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ തീർച്ചയായും യുക്തമായ നടപടികൾ എടുക്കാൻ പാർട്ടി ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും ഒട്ടും മടിക്കില്ല.